നമുക്കൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ അര കപ്പ് തൈര് എടുക്കുക, പുളിയില്ലാത്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. പാലും തൈരും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഏത് പാത്രമാണോ അതൊന്ന് എന്താ പറയുക, കുറച്ച് ഓയിലോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റോ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പാന്, നമ്മൾ അടുപ്പിലാണ് ഗ്യാസ് സ്റ്റൗവിലാണെന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പാൻ എടുത്ത് അതൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ടൊരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അത് ഓവൻ്റെയും നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു 40 മിനിറ്റ് വരെയൊക്കെ പോയെന്നും വരാം. എന്നിട്ട് ഇതുപോലെയാണ് നല്ല കേക്ക് ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. Thanks for watching.